ഇങ്ങനെ ചടങ്ങിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. മറുകോട്? അതെ. സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങനെ ചോദിക്കുമ്പോൾ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയാനുള്ളതാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കെ. സൂപ്പർവൈസർ സുമാനുണ്ടോ? ഇല്ല സാർ. ഇല്ലേ? ഇല്ല, വന്നില്ല. മേസ്ത്രിയോ? രണ്ടുപേരും കിട്ടില്ല. യൂസ്ലെസ് ഫെലോസ്. ഒരു ഉത്തരവാദിത്വ ബോധമില്ല. 3 കൂട്ടം പ്രശ്നങ്ങളുള്ള ദിവസം എവിടെ പോയി കിടക്കും? സ്റ്റാരിങ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആദ്യം വല്ലതും കൊടുക്കണം. അനാവശ്യമായിട്ട് സ്റ്റാരിങ് അങ്ങോട്ട് കൊണ്ട് വെട്ടിക്കരുത്. കുഴി ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ താഴ്ത്താക്കരുത്. പിന്നെ ക്ലച്ച് അറിയില്ലേ? ക്ലച്ചിന്റെ കാലിൽ ലെഫ്റ്റാണ് ഞാൻ പറയില്ലേ? ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പണ്ടാൻ കേട്ട ക്ലച്ച് കുഴിച്ചെടുത്ത് ഗിയർ വെച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ബ്രേക്കിന്റെ കൂടി പണ്ടാൻ അറിയാൻ ശേഷം ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ഒഴിച്ചെടുക്കാനാ? ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിലെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ